ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്ത് കിട്ടണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്ന് കിട്ടണമെന്ന് അവരാഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് എന്ത് കിട്ടണമെന്നാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കിട്ടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കാർഡ്. സെക്കൻഡ് കാർഡ് ദ സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. 7 ഓഫ് കപ്സ്, ദ മൂൺ കാർഡ്, 9 ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് കപ്സ്, 3 ഓഫ് കപ്സ്, King of Pentacles, okay, King of Pentacles, 6 of Swords, 4 of Wands, 5 of Pentacles, 7 of Pentacles. Okay, the High Priestess കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ പ്രതീക്ഷകൾ നോക്കുമ്പോൾ വളരെ ആഴമുള്ളതും അതുപോലെ തന്നെ സ്ഥിരതയുള്ളതുമായ ഒരു മാനസികമായിട്ടുള്ള ഒരു പക്വതയുള്ളതുമായ ഒരു ബന്ധത്തെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിൽക്കുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, അതുപോലെ കിങ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ഈ രണ്ട് കാർഡുകളും വളരെ ഒരു സ്റ്റെബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്, സ്ഥിരതയെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്ഥിരമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ലൈവായിട്ട് നിങ്ങൾ നിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും ലൈവായിട്ട്, ഒരേ രീതിയിൽ ലൈവായിട്ട് നിങ്ങൾ ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിപ്പിടിക്കണം എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഒരു വിശ്വസ്തത, എന്ത് കാര്യങ്ങളും ഓടി വന്ന് നിങ്ങളുടെ അടുത്ത് പറയാം, ഏത് സമയത്തും എന്ത് കാര്യങ്ങളും നിങ്ങളോട് ഓടി വന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാകണം നിങ്ങൾ എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ക്യാരി ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ മാറണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ബന്ധം വേണ്ട. അതായത് ചില റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കമ്മിറ്റ്മെന്റ്സിലേക്ക് പോകണം, എൻഗേജ്മെന്റിലേക്ക് പോകണം, മാരേജിലേക്ക് പോകണം, ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റിലേക്ക് പോകണം എന്നൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതൊന്നുമല്ല. ഇവരാഗ്രഹിക്കുന്നത് നീണ്ട കാലം നിലനിൽക്കുന്ന ഒരു ഉറച്ച ബന്ധമാണ്. അപ്പൊ അതിനെ കുറച്ച് സമയം എടുത്തോട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കുറച്ച് സമയം എടുത്ത് പതിയെ ഇവരെ മനസ്സിലാക്കി, ഇവര് നിങ്ങളെ മനസ്സിലാക്കി, ഇവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ മാറുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവര് മാറുക. അങ്ങനെ രണ്ടുപേരുടെയും സോളുകൾ വരെ ഒന്നായി തീർന്നതിന് ശേഷം മാത്രം മതി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് വന്നാൽ മതി എന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ സ്ട്രെങ്ത് കാർഡ് ഉണ്ട്, അതുപോലെ കിങ് ഓഫ് കപ്സ് ഉണ്ട്. ഇത് മാനസികമായിട്ടുള്ളൊരു പക്വതയും അതുപോലെ തന്നെ കൺട്രോളിങ്ങിനെയുമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ വളരെ ക്ഷമയുള്ള ഒരു പേഴ്സണായി ആകണം എന്ന്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ ഒത്തിരി ക്ഷമ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങൾ പറയാനായിട്ട് അവർ വരുമ്പോഴും അതൊരു ക്ഷമയോടെ കേൾക്കാനും
അത് കേട്ടതിന് ശേഷം അത് കാര്യങ്ങൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒക്കെ ആകാതെ ഒരു ക്ഷമയോടെ അത് കേട്ട് വിലയിരുത്തിയതിന് ശേഷം മാത്രം റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആകാനും ഒക്കെ ആ ഒരു രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സിന്റെ നിയന്ത്രണം. ചില വ്യക്തികളുണ്ട് പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന വ്യക്തികളുണ്ട്, പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ഉള്ള വ്യക്തികളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങൾ നല്ല പക്വതയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു പേഴ്സൺ ആവണം നിങ്ങൾ എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഒത്തിരി പിന്തുണ നൽകുന്ന, അവർക്ക് ഒത്തിരി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആകണം, വളരെ സപ്പോർട്ടീവ് പേഴ്സൺ ആകണം നിങ്ങൾ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് അവർ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഡെയിലി ലൈഫിൽ വരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നിങ്ങളുടെ സപ്പോർട്ട് അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ ഫീലിങ്സുകൾ നോക്കുമ്പോൾ എപ്പോഴും അവരുടെ ഫീലിങ്സുകൾ വളരെ ആഴത്തിലുള്ളതാണ് എന്നാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ എല്ലാം അവരിങ്ങനെ തുറന്നു കാണിക്കാത്ത ഒരു പ്രകൃതക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ശാന്തമായും ഒക്കെ നിങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ ഇരിക്കുന്ന, ശാന്തമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് വളരെ ശാന്തമായിട്ടും അവരെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ടും നിങ്ങൾ മാറണമെന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 2 കാർഡുകൾ എന്ന് പറയുമ്പോൾ ഇത് വളരെ ഒരു ആശയക്കുഴപ്പവും സംശയവും ഒക്കെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ്. അപ്പൊ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ വളരെയധികം ഒരു ആശങ്കയുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, യഥാർത്ഥത്തിൽ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഈ റിലേഷൻഷിപ്പ് എവിടേക്കാണ് ഇതിന്റെ ഒരു പോക്ക്, ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിനാൽ തന്നെ അവർ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വ്യക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഒന്നും മറച്ചു വെക്കാനില്ലാത്ത ഒരു സമീപനം നിങ്ങൾ തമ്മിൽ ഉണ്ടാകണം. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഷെയർ ചെയ്ത് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് പോകണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ 9 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സംരക്ഷണം നൽകുന്ന ഒരു എനർജിയാണ്, ഒരു ഗാർഡഡ് എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് മുൻപ് ഒത്തിരി ട്രോമാസിലൂടെയൊക്കെ, ചൈൽഡ്ഹുഡ് ട്രോമാസിലൂടെയൊക്കെ പോന്നിട്ടുള്ള വ്യക്തികളാകാം. അവർക്ക് ഒത്തിരി ഒത്തിരി കഷ്ടപ്പാടിലൂടെയും വിഷമത്തിലൂടെയും കടന്നു വന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളിൽ നിന്നും ഈ റിലേഷൻഷിപ്പിൽ വന്ന സമയത്ത് അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും ഒരിക്കലും പിന്മാറാതെ അവരോടൊപ്പം നിലകൊള്ളുന്ന ഒരു വ്യക്തിയാകണം. ഈ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിൽ അവർ എപ്പോൾ ചിന്തിച്ചാലും എൻ്റെ ഒപ്പം ഒരാളുണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരാളുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവിടെ അവരോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും, ആരൊക്കെ നിങ്ങളുടെ ഇടയിൽ വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഒരിക്കലും അവരെ കൈവിടാതെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ടേ പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സമീപനമാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ 3 ഓഫ് കപ്സിന്റെ ഒരു എനർജി വരുന്നുണ്ട്, അതുപോലെ 4 ഓഫ് വാൻസിന്റെ ഒരു എനർജി നമുക്കിവിടെ വരുന്നുണ്ട്. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് ആണ്, ഈ 2 കാർഡിലെ എനർജീസ്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് വളരെയധികം സന്തോഷവും സൗഹൃദവും ഒക്കെ പങ്കിടുന്ന ഒരു പേഴ്സണെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത്തരത്തിലുള്ളൊരു സമീപനം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബന്ധം കൂടുതൽ ഉറപ്പുള്ളതാകാനായിട്ട് അത് സഹായിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു റീഡിങ്ങിൽ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സുകളോ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. വളരെ ഒരു ഫ്രണ്ട്ലി ടൈപ്പ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുവഴി അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത് ആ ഒരു സന്തോഷം, ആ ഒരു സെലിബ്രേഷൻ ആസ്വദിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ വഴി ബന്ധം കൂടുതൽ ഉറപ്പുള്ളതാക്കി മാറ്റാനായിട്ട് സാധിക്കും എന്നും അവർ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ സ്ഥിരതയുള്ള ഒരു ബന്ധത്തിലേക്ക് നീങ്ങാനുള്ള ഒരു ആഗ്രഹത്തെയാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ 6 ഓഫ് കപ്സിന്റെ ഒരു എനർജി ഉണ്ട്. ഇതൊരു പഴയ പാസ്റ്റിലെ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ പാസ്റ്റിലെ കുറെ ഓർമ്മകൾ എന്നിങ്ങനെ കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അവർ പ്രതീക്ഷിക്കുകയാണ് ആ ഒരു പഴയ സ്നേഹം, പാസ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത്, ഫസ്റ്റ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെന്റോടുകൂടിയ ആ ഒരു സ്നേഹം, ആ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ആ ഒരു സ്നേഹം, ഇതൊക്കെ തിരികെ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് കുറച്ച് നാളുകൾ മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ആ ഒരു സ്നേഹം, നിർമ്മലമായിട്ടുള്ള ആ ഒരു സ്നേഹം, അതൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതൊക്കെ വീണ്ടും തിരിച്ചെടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അത് നിങ്ങളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്.
അപ്പം യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഒട്ടും ഒരു അഭിനയമല്ലാത്ത അല്ലെങ്കിൽ മറച്ചു പിടിക്കാത്ത ആ ഒരു രീതിയിലുള്ള യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹം നിങ്ങൾ അവരോട് പ്രകടിപ്പിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. പിന്നെ 5 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് ഉണ്ട്. ഇതൊരു ശരിക്കും ഒരു നഷ്ടബോധം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടം വരുമോ എന്നുള്ള ഒരു പേടിയാണ് കാണിക്കുന്നത്. അപ്പം അവരുടെ ഉള്ളിന്റെ ഉള്ളിലൊരു പേടിയുണ്ട്, നിങ്ങൾ ഉപേക്ഷിക്കുമോ, നിങ്ങളാൽ ഇവർ ഉപേക്ഷിക്കപ്പെടുമോ എന്നൊക്കെ അവർ എപ്പോഴും പേടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം പാസ്റ്റിലുള്ള ആ ഒരു ട്രോമാസ് ആയിരിക്കാം, ആ ഒരു ട്രോമാസിൽ നിന്നുണ്ടായിട്ടുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റി ആയിരിക്കാം അവർക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ കൊടുക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ മാറിപ്പോകുമോ, അവരെ വിട്ടിട്ട് പോകുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അവർ പ്രതീക്ഷിക്കുന്നത് എന്നെ വിട്ടിട്ട് പോകില്ല എന്ന് എനിക്ക് ഉറപ്പാകുന്ന തരത്തിലുള്ള ഒരു സമീപനം, അതായത് ഈ ഒരു പേഴ്സണെ ഒരിക്കലും നിങ്ങൾ വിട്ടിട്ട് പോകില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻസും അതുപോലെ സ്നേഹപ്രകടനങ്ങളും ഒക്കെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ 7 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് ഉണ്ട്. ഇത് വളരെ ഒരു ക്ഷമയും കാത്തിരിപ്പിനെയും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ക്ഷമ, കാത്തിരിപ്പ്, ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ സമയം എത്ര എടുത്താലും കുഴപ്പമില്ല, ഇവർക്ക് സമയം എന്തോരം എടുത്താലും കുഴപ്പമില്ല, എല്ലാത്തിലും ക്ഷമയോടെ കാത്തിരിക്കാനായിട്ട് ഈ ഒരു വ്യക്തി വളരെ ടാലന്റഡ് ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവർക്ക് സമയം എന്തോരം എടുത്താലും ഒരു പ്രശ്നമല്ല, പക്ഷെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ആഴത്തിലുള്ള ഒരു സ്നേഹബന്ധം അവർക്ക് കിട്ടണം. അങ്ങനെ ഒരു സ്നേഹബന്ധം സമയമെടുത്ത് ആ ഒരു ബന്ധം വളർത്തിയെടുത്തുകൊണ്ട് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം വേഗത്തിലൊന്നും ഒരു റിവാർഡോ സക്സസോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. സാധാരണ റിലേഷൻഷിപ്പിലൊക്കെ വന്നു കഴിയുമ്പോൾ ആളുകൾ എത്രയും പെട്ടെന്ന് അതൊരു എൻഗേജ്മെന്റിലേക്ക് പോകണം, ഒരു സെലിബ്രേഷനിലേക്ക് പോകണം, അങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് പെട്ടെന്ന് ഈ റിലേഷൻഷിപ്പ് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ വളരെ കാമാണ്. ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സെലിബ്രേഷനോ ഒരു എൻഗേജ്മെന്റോ ഇതൊന്നും അല്ല ഇവർ ആഗ്രഹിക്കുന്നത്. ഇവര് നിങ്ങളിൽ നിന്നും ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു സോൾമേറ്റ് ലെവൽ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നു. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്നൊരു സക്സസ് ഇതിന് ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു സക്സസിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ തമ്മിൽ അതുപോലെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇന്റിമസി ഉണ്ടാക്കി എടുക്കണം എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമീപനമൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നും അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ദ ഹൈ പ്രിസ്റ്റസ് കാർഡ് എനർജി കാണാൻ പറ്റുന്നത്. ഇതൊരു ആഴമുള്ള അല്ലെങ്കിൽ ഒരു കാമായിട്ടുള്ള ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ അവരെ ഒരു വാക്കുകൾക്കപ്പുറം മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ ആകണം എന്നുള്ളതാണ്. വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് അവർ നിങ്ങളെ മനസ്സിലാക്കണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവർ പറഞ്ഞ വാക്കുകൾ മാത്രം കേട്ടിട്ട് അവരെ മനസ്സിലാക്കിയാൽ പോരാ, അവർ പറയാത്തതും മറച്ചു വെച്ചിട്ടുമായിട്ടുള്ള അവരുടെ ഫീലിങ്സുകൾ, അവരുടെ ഉള്ളിലെ യഥാർത്ഥ അവസ്ഥകളൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ അവരുടെ ഫീലിങ്സുകൾ തുറന്നു പറയില്ല, പക്ഷെ അവരുടെ ആ ഒരു ആക്ഷൻസ് പലതും അത് പറയാറുമുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം ഈ ഒരു പേഴ്സൺ. അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഒരു കൺസിസ്റ്റൻസി അവിടെ ഉണ്ടാകുകയാണ്. അപ്പൊ അതിൽ നിന്ന് അവർക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടണം. അപ്പൊ ചെറിയ കാര്യങ്ങളിൽ കെയർ കാണിക്കുന്നതൊക്കെ ആകാം, അതൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഐ കെയർ എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സ് ആയിരുന്നാലും കെയർ ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണെങ്കിലും അതൊക്കെ അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ അവർ ഒരു സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം, എല്ലാം നിങ്ങൾ നോക്കുമ്പോൾ വളരെ സൈലന്റ് ആയിട്ടും വളരെ സ്നേഹത്തിലുമായിരിക്കാം, എങ്കിലും ഇതൊക്കെ അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ശരിക്കും അവര് സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതല്ല, പലപ്പോഴും അവര് ഓവർ തിങ്ക് ചെയ്യുകയും അവർക്ക് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു, ഇമോഷണൽ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെയാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വളരെ ഒരു കെയറിങ് ഒക്കെ അവർ പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്ന് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ പേടികളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ കെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ കെയർ ചെയ്യണം എന്നൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ അവർ നേരിട്ട് പറയാത്ത കുറെ സൂചനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ അവരുടെ ട്യൂൺ മാറുന്നത് മനസ്സിലാക്കുക, അതുപോലെ സഡൻലി പെട്ടെന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിർത്തുമ്പോൾ അതെന്തുകൊണ്ടാണ് അവരോട് അങ്ങനെ ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങളിൽ അവർ സെൻസിറ്റീവ് ആവും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആ ഒരു ഇൻസെക്യൂരിറ്റീസ് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഒരിക്കലും ഇഗ്നോർ ചെയ്യാതെ സോഫ്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം എന്നും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ
എല്ലാ കാര്യങ്ങളും ചിലവരുണ്ട് എല്ലാ കാര്യത്തിലും എന്താണ് പ്രശ്നം, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ റിപ്പീറ്റ് ആയി ചോദിക്കുമ്പോൾ നമ്മൾ വളരെയധികം ഇറിറ്റേറ്റഡ് ആവും, അല്ലെങ്കിൽ അവർ ക്ലോസ് ആയി പോകും. ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ബന്ധം, ആ ഒരു ഫ്ലോ നിന്ന് പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതിന് പകരം നിനക്ക് സമയം വേണമെങ്കിൽ സമയം എടുത്തോളൂ, നീ ഓക്കെ ആവുന്ന വരെ ഞാനിവിടെ ഉണ്ട് എന്നൊരു വൈബ് നൽകുക. അതൊക്കെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങൾ. പിന്നെ ഇവർക്ക് ഒത്തിരി ഇവർ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് കാണുന്നുണ്ട്. നമുക്കൊരു ഹൈ പ്രിസസ് കാർഡിന്റെ എനർജി പ്രകാരം നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടാവും. അപ്പം ഈ ഒരു പേഴ്സണ് ഉള്ളിലൊരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവര് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് ഗസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഒരു കൗതുകം ഉണർത്തുന്ന രീതിയിലുള്ള ഒരു ഫീലിങ്സ് ആണ് അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അതായത് അവർക്കുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സുകൾ നിങ്ങൾക്ക് എന്താണ് എന്ന് ഗസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയണം എന്ന് വരെ ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ലോജിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, ഇൻറ്റ്യൂഷൻസ് ആയിരിക്കാം. പക്ഷെ ശരിയായ രീതിയിൽ അതിന് ആൻസറുകൾ കൊടുക്കാനും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരു പേഴ്സണെ അപ്രോച്ച് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് കഴിയണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വാക്കുകൾക്കപ്പുറം മനസ്സിലാക്കുക എന്നതാണ്. അവർ പറയാത്ത ഫീലിങ്സുകൾ മനസ്സിലാക്കുക, ആക്ഷൻസ്, ബിഹേവിയർ ഒക്കെ ഒബ്സർവ് ചെയ്യുക, സൈലൻസിനെ നെഗറ്റീവായിട്ട് തെറ്റിദ്ധരിക്കാതിരിക്കുക, അവരുടെ ഫിയർ മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്യുക, ഇൻറ്റ്യൂഷൻസ് ഉപയോഗിച്ച് അവരെ ചേസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സ്ഥിരതയും ദീർഘകാല പ്രതിബദ്ധതയുമുള്ള ഒരു ബന്ധം അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാനസികമായിട്ടുള്ള ഒരു പക്വതയുള്ള ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ അവരോട് പെരുമാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം, ക്ലാരിറ്റിയോടുകൂടി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസവും സ്ഥിരതയോടും കൂടി നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഓടി വന്ന് പറയാനും അതോടൊപ്പം തന്നെ നിങ്ങളും അവരോട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു വ്യക്തിയാകണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. പഴയ രീതിയിലുള്ള ആ ഒരു നിങ്ങൾ ഈ ഒരു കമ്മിറ്റ്മെന്റ്സിൽ റിലേഷൻഷിപ്പിൽ വന്നപ്പോൾ ഉള്ള അതേ ഒരു നിഷ്കളങ്കതയോടും പവിത്രതയോടും കൂടിയുള്ള ആ ഒരു സ്നേഹം തിരിച്ച് ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആഴമുള്ള അവരെ മനസ്സിലാക്കുന്ന ഒരു റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾ അവരിലേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധം ശരിക്കും പറഞ്ഞാൽ വേഗത്തിൽ വളരുന്ന ഒന്നല്ല, ഇത് സമയമെടുത്ത് വിശ്വസ്തയോടുകൂടി വളരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അപ്പൊ നിങ്ങൾ സ്ഥിരതയും വ്യക്തതയും കാണിച്ചാൽ ഈ ബന്ധം കൂടുതൽ ശക്തമാവും. പക്ഷെ ആശയക്കുഴപ്പം അല്ലെങ്കിൽ അനിശ്ചിതത്വം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വീണ്ടും ഈ ഒരു ബന്ധം ക്ലോസ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ അതൊരിക്കലും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വൺസ് അവർ ക്ലോസ് ചെയ്ത് പോയി, ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നോക്കുമ്പോൾ അവർ വീണ്ടും അതിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കാതിരിക്കാനായിട്ട് പരമാവധി നിങ്ങൾ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബന്ധം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പറഞ്ഞു തരുന്നത് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരിക്കലും വളരെ ഒരു സമയത്ത് ഒത്തിരി കെയർ കാണിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു സൈലന്റ് ഒരു കാം ഇതിലേക്ക് പോവാ, ആ ഒരു രീതി ഒന്നും ഒരിക്കലും നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഒരേ രീതിയിൽ ഒരേ ഇന്റൻസിറ്റിയിൽ അപ്രോച്ച് ചെയ്യുക എന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് കഴിയണം. അതായത് ഉദാഹരണത്തിന് ഒരു റിപ്ലൈ കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, അവരുടെ ഒരു പ്രസൻസ് നിങ്ങൾ കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, എന്താണെങ്കിലും ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ ഇവിടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഒരു മൈൻഡ് ഗെയിംസ് ഒക്കെ ഒഴിവാക്കുക, അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാതെ സ്ട്രൈറ്റ് ആയിട്ട് ഫീലിങ്സുകൾ പറയുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ക്ലാരിഫൈ ചെയ്യുക. അല്ലാതെ അതങ്ങനെ ആയിരിക്കാൻ വഴിയുണ്ട്, ഇതിങ്ങനെ ആയിരിക്കാൻ വഴിയുണ്ട് എന്നുള്ള രീതിയിൽ ഗസ് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇമോഷണൽ മച്യൂരിറ്റി കാണിക്കുക, ഓവറായിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, അൺനെസസറി ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒഴിവാക്കുക, കാമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. അവർക്ക് നിങ്ങളിൽ നിന്ന് ഒരു സമാധാനമാണ് വേണ്ടത്, ഒരു പ്രഷർ അല്ല വേണ്ടത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പ്രസൻസ് ഇതൊക്കെ അവർക്കൊരു സമാധാനമാണ് കൊടുക്കേണ്ടത്, അല്ലാതെ ഒരു പ്രഷർ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ മാറരുത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. പിന്നെ ക്ഷമ, പേഷ്യൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒട്ടും പേഷ്യൻസ് ഇല്ലാത്തൊരു പേഴ്സൺസിന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷമ നല്ല രീതിയിൽ നേടിയെടുക്കാൻ ശ്രമിക്കണം. ഈ ഒരു ബന്ധം കുറച്ച് സമയം എടുത്ത് വളരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം
ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. എന്തുകൊണ്ട് ഇത്ര സ്ലോ ആയിട്ട് ഈ റിലേഷൻഷിപ്പ് പോകുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് സ്ലോലി സ്ട്രോങ് ആയിട്ട് മാറുന്നു എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കുക. പിന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് ഒരു ഉറപ്പ് കിട്ടണം, ഒരു വിശ്വാസം ഉണ്ടാകണം നിങ്ങൾ, എങ്കിൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് നല്ലൊരു ഉറപ്പിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടു പോകില്ല എന്നൊരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. വേർഡ്സിലൂടെ മാത്രമല്ല ആക്ഷൻസ് വഴിയും ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയൊരു കൺസിസ്റ്റൻസി ആക്ഷൻസ് ആണ് വരുന്നതെങ്കിൽ പോലും ഇവിടെ വളരെയധികം ഒരു ട്രസ്റ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ പാസ്റ്റ് കണക്ഷൻസ് നല്ല രീതിയിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പഴയ നല്ല മൊമെന്റ്സ് ഒക്കെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വന്ന ഒരു സമയത്ത് നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. ആ ഓർമ്മകളൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യുക. ലൈറ്റ് ഹാപ്പി ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള കോൺവെർസേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വൈബ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇത് കുറച്ചുകൂടെ ബോണ്ടിങ് സ്ട്രോങ് ആക്കും എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എല്ലാം ചോദിച്ചിട്ട് എല്ലാത്തിനും ആൻസറുകൾ കിട്ടാനായിട്ട് നിൽക്കാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക. ചിലപ്പോൾ അവർ കുറച്ച് സൈലന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ആ ഒരു സൈലൻസിനെ അവർ എടുക്കുന്ന സമയത്ത് ഒന്ന് റെസ്പെക്ട് ചെയ്യുക. ഓവറായിട്ട് ടെസ്റ്റ് ചെയ്ത് ഓവർ ക്വസ്റ്റ്യനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പോസിറ്റീവ് എനർജി എപ്പോഴും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് സന്തോഷകരമായ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യങ്ങൾ എപ്പോഴും കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹെവി ടോക്സ് മാത്രമല്ല ലൈറ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് കൂടി വേണം ലൈഫിൽ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പം ഒരു തമാശകളും അതുപോലെ കംഫർട്ടും കൊടുക്കുന്ന ഒരു ടോക്സിലൂടെ മാത്രമേ ഒരു സ്ട്രോങ് ബോണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം ശക്തമാകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്ഥിരതയും ക്ഷമയും കാണിക്കുക എന്നുള്ളതാണ്. വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ഇമോഷണൽ ബാലൻസ് നിലനിർത്തുക, ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക, ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക, സന്തോഷകരമായ എനർജീസ് ഷെയർ ചെയ്യുക. ഈ ഒരു പേഴ്സൺ ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ സൗഹൃദപരമായ സംസാരങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് വീണ്ടും ഇവിടെ എനർജീസിൽ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈ റിലേഷൻഷിപ്പ് ശക്തമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ എപ്പോഴും പ്രഷർ ക്രിയേറ്റ് ചെയ്യാതെ ഒരു സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്താൽ ഈ ബന്ധം വളരെ സ്ട്രോങ് ആയി തീരും. പക്ഷെ നിങ്ങൾ ഒരു പേഷ്യൻസ് ആയിരിക്കണം. ആ ഒരു ക്ഷമയോടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ കൊടുക്കുന്ന സിഗ്നലുകൾ എപ്പോഴും മിക്സഡ് സിഗ്നലുകളാണ് ഉണ്ടാകുക. അപ്പൊ അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള സിഗ്നലുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും ഡിസ്റ്റൻസ് എടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ അവരുടെ ഇൻഡ്യൂഷൻസ് വരെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ മുന്നേറ്റേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് ജൂലൈ മന്ത് ആണ് ഇവിടെ കിട്ടുന്നത്. ജാനുവരി മന്ത് കിട്ടുന്നുണ്ട്. 1986 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 10, ഹെൽത്ത് ഇഷ്യൂസ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം. നേച്ചർ എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. മെയ് മന്ത്, ടാറ്റു ഓൺ ഹാൻഡ്, 2005, 2023, പർപ്പിൾ കളർ, നമ്പർ 4, നമ്പർ 30, 1987, number 46, white butterflies, rose color, next month, short hair, number 21, 48 hours, red color, riding, 1984, 1980, number 38, 1975, November month, orange color, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് 2001. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക.
താങ്ക് യു ഫോർ വാച്ചിങ്.